ഹലോ, വെൽക്കം ടു ദേവ് സ്റ്റോക്സ്. ആരംഭിക്കലാമാ? വേറെ ഒന്നുമല്ല, ഒലീവിയ തന്നെയാണ് വിഷയം. എന്താണെന്നല്ലേ, ഇന്നിപ്പോൾ അവിടെ ബാധിക്കപ്പെട്ട കുറേ അധികം പെൺകുട്ടികൾ ലേബർ കമ്മീഷനിലും അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മറ്റ് റിപ്പോർട്ടുകളോ അല്ലെങ്കിൽ റിസൾട്ടുകളോ ഒന്നും നമുക്ക് അറിഞ്ഞിട്ടില്ല. അത് ഷഫീന ബീവി അവരുമായിട്ടാണ് കുട്ടികൾ പോയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്ന ഒരു വീഡിയോ. കുറേ അധികം കുട്ടികളുണ്ട്, ഒന്നോ രണ്ടോ പേരല്ല, കുറച്ചധികം കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് ആർക്കും മനസ്സിലാവാത്തൊരു കാര്യം, ഇതിൽ ബാധിക്കപ്പെട്ട പല കുട്ടികളും പുറത്തേക്ക് വരാൻ മടിക്കുന്നുണ്ട്. അതായത് ഇവർക്കെതിരെ കംപ്ലൈന്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ഇവർക്കെതിരെ സംസാരിക്കാനോ ഒക്കെ മടി കാണിക്കുന്നുണ്ടായിരുന്നു ഇത്രയും നാൾ. എന്നാൽ ഇപ്പോൾ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഈ പോലീസ് സ്റ്റേഷനിൽ പോയ കൂട്ടത്തിലും കുറേ അധികം കുട്ടികൾ ഷഫീന ബീവി അവരുടെ വീഡിയോയിൽ വന്നിട്ടുണ്ടായിരുന്നു. സംസാരിക്കാൻ മാത്രം കുറച്ച് പേര് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അവർക്ക് പേടിച്ച് അല്ലെങ്കിൽ നാണക്കേട് കൊണ്ടൊക്കെ മാറി നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനകത്ത് ഒരു അമ്മ സംസാരിക്കുന്നുണ്ട്. ഈ ഒലിവിയ ഡിസൈൻസിലെ അച്ചു പരിചയപ്പെടുത്തിയ അമ്മയുണ്ട്. ഇവരെ ഞങ്ങൾ അങ്ങ് ദത്തെടുത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ അമ്മ സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഷഫീന ബീവി അവരുടെ യൂട്യൂബ് ചാനലിൽ കയറി അത് കാണാൻ പറ്റും. ഞാനിതൊന്നും ഇവിടെ വെക്കുന്നില്ല, നിങ്ങൾക്ക് അവിടെ പോയി കാണാം. ഞാനിതൊന്നും അല്ല പറയാൻ വേണ്ടി ഇവിടെ വന്നത്. വളരെ വലിയ രീതിയിൽ സംസാരിക്കുന്ന, ഇപ്പോൾ ദിവസവും തൻ്റെ തുണികളുടെ പ്രൊമോഷനേക്കാൾ ഉപരി അല്ലെങ്കിൽ തന്റെ തുണികളുടെ പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒലിവിയക്കെതിരെ ഇത്രയും അധികം ആളുകളോ, ഒലിവിയെ പൂട്ടിച്ചപ്പോൾ സമാധാനമായോ, അല്ലെങ്കിൽ ഒലിവിയക്കെതിരെ പ്രവർത്തിക്കുന്നത് ആര്, ഇങ്ങനെയുള്ള തമ്പുനയിൽ ഇട്ടാൽ മാത്രമേ അച്ചു മാഡത്തിന്റെ തുണികൾ വാങ്ങാൻ ആൾക്കാർ വരൂ എന്നൊരു അവസ്ഥ എത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചത്തെ അവരുടെ തമ്പുനയിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. യൂട്യൂബിനെ കുറ്റം പറയുന്ന, സോഷ്യൽ മീഡിയ കുറ്റം പറയുന്ന അച്ചു മാഡവും സിബിസാറും ക്ലാരിഫിക്കേഷൻ, കുറെ നാൾ കൊണ്ട് ക്ലാരിഫിക്കേഷന് വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു മാങ്ങാത്തൊലി ഇല്ലെന്നുള്ളതാണ്. അവർ കുറെ യൂട്യൂബേഴ്സിനെ കുറ്റം പറഞ്ഞു, അല്ലെങ്കിൽ അവിടെ നിന്ന് എല്ലാവരെയും കുറ്റം പറഞ്ഞു അവരുടെ തുണികൾ പ്രൊമോട്ട് ചെയ്യും. ഇതാണ് അവർ ചെയ്യുന്നത്. അത് അവരുടെ ചാനലിന്റെ കാര്യം, എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, നമ്മളെ വിഷയമല്ല. പക്ഷേ ഇപ്പോൾ ഞാൻ പ്ലേ ചെയ്യാൻ പോകുന്ന ഒരു വീഡിയോ വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഒലിവിയ സിബിയുടെ പേരിലുള്ളത്. ഇത് ഫോർത്ത് ജംഗ്ഷൻ എന്ന് പറയുന്ന ചാനലിൽ വന്ന ഒരു വീഡിയോ ആണ്. സധൈര്യം ഒരു പെൺകുട്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് തനിക്കുണ്ടായ അനുഭവം പറയാൻ വേണ്ടി. ആ അനുഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുട്ടി ഒലിവിയയിൽ വർക്ക് ചെയ്തിരുന്നു. ഓൺലൈൻ മേഖലയിൽ തന്നെയാണ് വർക്ക് ചെയ്തിരുന്നത്. വർക്ക് ചെയ്ത സമയത്ത് രാത്രി കാലങ്ങളിൽ ഒരു 9 മണി അല്ലെങ്കിൽ 9:30 ആകുമ്പോൾ നമ്മുടെ സിബി സാറിന് ചെറിയൊരു ഇളക്കം തുടങ്ങും, നമ്മുടെ കുത്തിക്കഴപ്പ്. അപ്പോൾ ആ ഇളക്കം തുടങ്ങുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യും? പെൺകുട്ടികൾക്ക് മെസ്സേജ് ചെയ്യും. യു ആർ സ്മാർട്ട്, യു ആർ ഇന്റലിജന്റ്, യു ആർ വെരി ക്യൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കും. അപ്പോൾ ഈ കുട്ടികൾക്ക് ആദ്യമായിട്ടായിരിക്കും മെസ്സേജ് വരുന്നത്. അത് ആദ്യം അന്തവിട്ട് നോക്കും. ഇത് ഈ കുട്ടി വായിച്ചു കഴിഞ്ഞു എന്ന് മനസ്സിലാകുമ്പോൾ സിബിമോൻ ചെയ്യുന്നൊരു കാര്യമുണ്ട്, ഡിലീറ്റ് ഫോർ എവരിവൺ കൊടുക്കും. അപ്പൊ തെളിവില്ലല്ലോ. ഇതുവരെയും അവരുടെ ധൈര്യം അതായിരുന്നു. കൊണ്ടുവന്ന തെളിവുകൾക്കൊന്നും അവർക്ക് മറുപടികളില്ല. ചക്കയെന്ന് പറയുമ്പോൾ ചുക്കെന്ന് കേൾക്കും. ഇങ്ങനെയാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴും ഇത്തരം തെളിവുകളുമായിട്ട് ഇവിടെ മുന്നിലേക്ക് എത്തിയാലും അടുത്ത ദിവസം വന്നിട്ട് ഞങ്ങളെ ക്രൂശിക്കുന്നു, അസൂയാലുക്കൾ ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നു, പ്രതികരിക്കുന്നു. അസൂയാലുക്കൾ, ഇവരുടെ അസൂയ കാണിച്ചിട്ട് ആർക്ക് എന്ത് നേടാൻ വേണ്ടിയാണ്? അപ്പൊ സിബിമോന്റെ കുത്തിക്കഴപ്പ് മാറ്റാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ അണിയറയിൽ പ്രവർത്തിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും ആ വീഡിയോ, ആ കുട്ടിക്ക് എന്താണ് പറയാനുള്ളത്, എന്തായാലും ആ കുട്ടിക്ക് ഒരു ഹാറ്റ്സ് ഓഫ് ആണ്. കാരണം ഇത്രയും ധൈര്യത്തോടെ ഇത് പറയാൻ കാണിച്ച മനസ്സിന് പല കുട്ടികളും പുറകോട്ട് വലിയുന്നുണ്ട്. എന്താ കാരണം? പുറത്ത് പറഞ്ഞാൽ നാണക്കേട്, വീട്ടിൽ നിന്ന് അതിനുവേണ്ട സപ്പോർട്ടില്ല, ഫാമിലിയിൽ നിന്നായിക്കോട്ടെ അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നായിക്കോട്ടെ അതിന് വേണ്ട സപ്പോർട്ടില്ല. അപ്പൊ ഇവരെന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും എനിക്ക് പറ്റിയതല്ലേ, പുറത്തറിയണ്ട, സാരമില്ല, പോട്ടെ എന്ന് വെച്ച് വിടുകയാണ്. അപ്പൊ ഇവിടെ ഈ കുട്ടി അത് ധൈര്യപൂർവ്വം പറയാൻ വന്നു. ആദ്യം ആ കുട്ടിയും പേടിച്ചിരുന്നു. നമുക്ക് ആ വീഡിയോയുടെ ആ ഭാഗങ്ങളൊന്ന് കേൾക്കാം. ഞാനൊരു 3 മാസത്തോളം ഒലിവിയ ഡിസൈൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ഓഫീസിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. എനിക്ക് ഈ സിബി എന്ന് പറയുന്ന അയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. പുള്ളി മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്. ആദ്യം എന്നെ പൊക്കി കുറേ പറഞ്ഞു, ഞാൻ അയക്കുന്ന മെസ്സേജ് ആരും കേൾക്കാണ്ട് നീ മാത്രം കേൾക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആ മെസ്സേജ് ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ 2 കുട്ടികളുണ്ടായിരുന്നു. എന്നിട്ട് പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, നീ ഭയങ്കര സ്മാർട്ടാണ്, ഭയങ്കര ആക്റ്റീവാണ്, അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞത്, നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് എന്നെ പൊക്കി കുറേ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞത്, ഓഫീസിൽ എന്ത് കാര്യം നടന്നാലും എനിക്ക് റിപ്പോർട്ട് തരണം, നിന്നെയാണ് ഞാൻ അതിനെല്ലാം ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നീ എൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് നന്നായിട്ട് കൊണ്ടുപോവാം. എൻ്റെ കൂടെ ഇപ്പം നീ നിന്ന് കഴിഞ്ഞാൽ നിനക്ക് ഏത് രീതിയിൽ വേണേലും ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യും. നിനക്ക് എന്ത് ആവശ്യം വന്നാലും നിനക്ക് എന്നോട് ചോദിക്കാം. അതിന് പൈസയുടെ രീതിയിലാണെങ്കിലും ഏത് രീതിയിലാണെന്നുണ്ടെങ്കിലും നിനക്ക് എൻ്റെ അടുത്ത് എന്ത് വേണമെങ്കിലും ഓപ്പണായിട്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കേട്ടത് പാടെ തന്നെ ഇയാളത് അല്ലേ, ഇതുപോലെ മെസ്സേജ് അയച്ചിട്ടാണോ അച്ചു മാഡത്തെയും സിബി സാറ് കൈക്കലാക്കിയത്? ഒരു സംശയം. കാരണം കുറച്ചു നാൾ മുൻപ് കേട്ടിട്ടുണ്ടായിരുന്നു, ഈ അച്ചു എന്ന് പറയുന്ന അശ്വതി ഇവരുടെ സ്ഥാപനത്തിലെ ഒരു ജോലിക്കാരി മാത്രമായിരുന്നു. ഇയാൾ ഓൾറെഡി മാരീഡ് ആണ്. അവിടെ നിന്ന് അച്ചു എന്ന് പറയുന്ന അശ്വതി അവിടെ ജോലിക്ക് വന്നു. അതിനുശേഷം ഇവർ തമ്മിൽ എന്തൊക്കെയോ കൊളാബറേഷൻസ് നടത്തിയതിന് ശേഷമാണ് സിബി അച്ചുവിനെ കല്യാണം കഴിച്ചതെന്നും അങ്ങനെയൊക്കെ ഒരു കഥ കേൾക്കുന്നുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല. പാണപ്പാട്ടാണ്, ഈ പാണന്മാര് പാടുന്ന പാട്ട് പോലെ പാണപ്പാട്ടാണ്. അപ്പൊ നമുക്കറിയില്ല അതിനെ കുറിച്ച്. എന്നാലും അതുപോലെയാണ് സിബി സാർ ഇവിടെ നോക്കിയത് എന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. കാരണം
നിനക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം, പൈസയ്ക്ക് പൈസ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതെല്ലാം ചെയ്തു തരാമെന്ന് സിബി സാർ അങ്ങോട്ട് പറയണമെങ്കിൽ ഇയാൾ ഇത് എത്ര പേരോട് പറഞ്ഞിട്ടുണ്ടാവും? ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവർ പറയുന്നു എല്ലാ ആഴ്ചയും അവിടെ ഇന്റർവ്യൂസ് നടക്കാറുണ്ട്, എല്ലാ ശനിയാഴ്ചയും ഇന്റർവ്യൂ നടക്കാറുണ്ട്. പക്ഷേ ഇവരെപ്പോ കാണിച്ചാലും വീഡിയോയിൽ കൂടി വന്ന ഒരു 10-50 പേര് മാക്സിമം, ഏറ്റവും മാക്സിമം എടുത്താൽ 50 പേര്. ഈ അച്ചു പറയുന്നുണ്ട് 3 വർഷമായി ഇവരുടെ സ്ഥാപനം തുടങ്ങിയിട്ട്. ഈ 3 വർഷത്തിൽ 1 വർഷം നമുക്ക് വിട്ടേക്കാം, ബാക്കി 2 വർഷം കൊണ്ട് ഇവർ എല്ലാ ആഴ്ചയും ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. 10, 300, 400, 500 പേരൊക്കെ വരുന്ന ഇന്റർവ്യൂ എന്നാണ് പറയുന്നത്. എന്നിട്ടും എന്തുകൊണ്ട് 50 പേര് മാത്രം അവിടെ നിൽക്കുന്നു? ഒരു ഇന്റർവ്യൂന്ന് 500 പേരിൽ നിന്ന് ഒരാളെ എടുത്താൽ പോലും എത്ര പേര് വരും? 1 വർഷത്തിൽ എത്ര പേര് വരും? അപ്പോ കണക്ക് നോക്കുകയാണെങ്കിൽ ഒന്നും അങ്ങോട്ട് ടാലി ആവുന്നില്ല. എന്തുകൊണ്ട് ആരും അവിടെ നിൽക്കുന്നില്ല? നമ്മുടെ സിബി സാറിന്റെ, നമ്മുടെ സിബി മോന്റെ ലീലാവിലാസങ്ങൾ കാരണമായിരിക്കാം ഒരു പരിധിവരെ ആൾക്കാർ അവിടെ നിൽക്കാത്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം, 40,000 ശമ്പളം വാങ്ങിച്ചാൽ, ശമ്പളമല്ല, കമ്മീഷൻ വാങ്ങിച്ചാൽ 35,000 രൂപ ഫൈൻ അടിക്കും. എന്തിനാണ് ജോലിക്ക് നിൽക്കുന്നതെന്ന് പെൺകുട്ടികൾ തീരുമാനിക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെയാണ് കാരണങ്ങൾ. നമുക്ക് ബാക്കിയൊന്ന് കേട്ട് നോക്കാം. ഈ കുട്ടിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്. ഫോർ എവരോടും കൊടുത്ത് ഡിലീറ്റ് ആക്കി കളയുകയും ചെയ്തു. അപ്പം എൻ്റെ സാർ എന്താ ഇത് ഡിലീറ്റ് ആക്കിയെന്ന് വെച്ചാൽ പറഞ്ഞാൽ അതിനിപ്പം നിന്റെ ഫോണിൽ ആ മെസ്സേജ് നിന്റെ കൂടെ ഉള്ളവർ കണ്ട്, അല്ലെങ്കിൽ അച്ചു കണ്ടിട്ട്, അതായത് ഇയാളെ വൈഫ് കണ്ടിട്ട് നിന്നെ മോശക്കാരായിട്ട് അവരാരും ചിത്രീകരിക്കണ്ട, അതുകൊണ്ട് ഡിലീറ്റ് ആക്കിയതാ. നീ എന്തെങ്കിലും എനിക്ക് അയക്കുന്നുണ്ടെങ്കിലും ഡിലീറ്റ് ആക്കി കളഞ്ഞേരെ, നമ്മളായിട്ടൊരു ഇത് കൊടുക്കണ്ട, അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാനിത് സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചു. കാരണം പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ ബിഹേവ് ചെയ്തപ്പോൾ ഒരു രാത്രി 9:30-10 മണി ആ ടൈമാണ്. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു. ഞാൻ പിറ്റേ ദിവസം വീട്ടിൽ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്താ ഇങ്ങനെ മെസ്സേജ് അയക്കണ്ടായി. അപ്പം ചേട്ടനൊക്കെ പറഞ്ഞു. ചേട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് അവരെ വൈഫിനോട് തന്നെ നീ പറയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഈ പുള്ളിയുടെ വൈഫിനോട് ചെന്ന് കാര്യം പറഞ്ഞു. പുള്ളിക്കാരത്ത് ഇത് കേട്ട, അതായത് കുറച്ച് മൊത്തം കേൾക്കാൻ പോലും നിന്നില്ല. അവിടെ ഇവിടെ കുറച്ച് കേട്ടിട്ട് ഓടി ചെന്ന് ഇയാളോട് ചോദിച്ചു, എനിക്ക് മെസ്സേജ് അയച്ചോ എന്ന് ചോദിച്ചിട്ട് പുള്ളിയോട് ചോദിച്ചു. പുള്ളി അപ്പം തന്നെ എന്നെ വിളിപ്പിച്ചു. നിനക്ക് ഞാൻ എപ്പോഴാണോ മെസ്സേജ് അയച്ചെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു തന്നെ പറഞ്ഞു. പിന്നെ പുള്ളിക്കാരൻ അത് കാരണം ഡിലീറ്റ് ഫോർ എവരോടും കൊടുത്ത സാധനങ്ങളൊക്കെ എൻ്റെ ഫോണിൽ കിടപ്പുണ്ടല്ലോ. അപ്പോൾ കാണിക്കുമ്പോഴേ പുള്ളി മനസ്സിലാവുമല്ലോ. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കുറേ ചാടി കടിച്ചു. കുറേ എന്നിട്ട് പുള്ളി ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു, ജീവിക്കാൻ വന്നവരെ കണ്ടല്ലോ, ജീവിക്കാൻ വന്നവരാണ് ഇങ്ങനെ നിൽക്കുന്നത്. അതായത് ജീവിക്കാൻ വന്നവർ, അവിടെ ജോലിക്ക് വന്നവരാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന എല്ലാം കേട്ട് അനുസരിച്ച് അവിടെ നിൽക്കണം. ഞാൻ ജീവിക്കാൻ വന്നതാണെന്നുണ്ടെങ്കിൽ ഇവർ പറയുന്ന കേട്ട് അങ്ങനെ നിൽക്കില്ല. അങ്ങനെ കുറേ സംസാരം ഉണ്ടായി. അങ്ങനെ പിന്നെ ഞാനിത് ഹോസ്റ്റലിൽ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സീനിയർ, അവിടെ മുന്നേ വർക്ക് ചെയ്ത ഒരു ചേച്ചിനോടൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ചേച്ചി പറഞ്ഞു ഇയാളുടെ സ്ഥിരം പരിപാടിയാണ് ഇത്, ചേച്ചിക്കും അങ്ങനെ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നീ അത് അവരോട് പറയണ്ടായിരുന്നു, നീ പറയാതെ വെച്ചിരുന്നാൽ മതി, അവരെങ്ങനെ ബിഹേവ് ചെയ്യുന്ന അറിയത്തില്ല, പൈസ ഉള്ള ആൾക്കാരല്ലേ, എന്തും വേണം, എന്ത് ചെയ്യാനും മടിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞു ആ സീനിയർ ആയിട്ടുള്ളൊരു സ്റ്റാഫിനോട് പറഞ്ഞു. അങ്ങനെ കുറേ പേർക്ക് ഞാനിങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അവർ പറയുന്നത്. അപ്പോൾ ഇപ്പൊ നിൽക്കുന്ന കുറച്ച് കുട്ടികളുണ്ടല്ലോ, ഈ 1-2 പേരുടെയൊക്കെ പേരുകൾ പറയുന്നുണ്ടായിരുന്നു, ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ആ കുട്ടികൾ ഇതുപോലെയാണോ ജീവിക്കാൻ വേണ്ടി അവിടെ നിൽക്കുന്നത്? ഇതുപോലെയാണോ സിബി സാറിന്റെ എല്ലാ തോന്നിയവാസങ്ങൾക്കും വകവെച്ചുകൊണ്ട്? അല്ല, അവരുടെ വീട്ടിലും ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലേ? 10-50ഓളം കുട്ടികൾ അവിടെ നിൽപ്പുണ്ട്. സാറും മാമും ചങ്കാണേ, സാറും മാമും ചങ്കാണേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന പിള്ളേർ. അവരുടെ വീട്ടിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ആ സ്ഥാപനത്തെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാനോ, അല്ലെങ്കിൽ ആ കുട്ടികൾക്ക് എന്തെങ്കിലും മോശമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനോ ഈ വീട്ടുകാർ ആരെങ്കിലും ഒരാൾ തയ്യാറായിട്ടുണ്ടോ? ഒരാൾ ഉണ്ടാവില്ല. പൈസയാണല്ലോ വരുന്നത്. അപ്പോ ഇത്രയൊക്കെ പ്രശ്നങ്ങളോടെ ഉണ്ടായിട്ടും അവിടുത്തെ പോലീസുകാർ ഇടപെടുന്നുണ്ടോ എന്ന് അറിയത്തില്ല, നാട്ടുകാർ ഇടപെടുന്നുണ്ടോ എന്ന് അറിയത്തില്ല, ഈ കുട്ടികളെ കൊണ്ടുവിടുന്ന പാരന്റ്സ് തന്നെ ശേഷം അവിടെ ഇടപെടുന്നുണ്ടോ എന്ന് അറിയത്തില്ല. പൈസയുടെ ഹുങ്ക് തന്നെയാണ് അച്ചുമ്മയ്ക്കും സിബി മോനും ഉള്ളത്. പിന്നെ കുറെ സ്വാധീനവും. ഇത് രണ്ടും ഉണ്ടെങ്കിൽ മറ്റേ ലോകം തന്നെ കാൽക്കീഴിലാക്കാം എന്നാണ് ഈ 2 പേരുടെയും ധാരണ. ഇപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ രാവിലെ വന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമ്പനയിൽ ഇട്ടിട്ട് വീഡിയോ ചെയ്യാൻ. ഇനി എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു ചോദിച്ചാൽ കമന്റ് ബോക്സ് ഓഫാണ്. ഇവരുടെ ഒന്ന് വീട്ടിൽ കെട്ടിക്കയറി പോകാൻ ആരും തയ്യാറാവത്തില്ല. കാരണം അവിടെ പോയിട്ട് ഒരു ഇന്റർവ്യൂ എടുക്കാനോ അല്ലെങ്കിൽ അവരോട് സംസാരിക്കാമെന്നോ വിചാരിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഈ കാണിക്കുന്ന പേക്കൂത്തലല്ലേ അവിടെ കാണിക്കുള്ളൂ, വെളുപ്പിക്കൽ ഡ്രാമ. അതുകൊണ്ട് ആരും തയ്യാറാവില്ല. ഏത് മാധ്യമങ്ങൾ പോയാലും അവർ ചെയ്യുന്നത് അങ്ങനെ തന്നെയായിരിക്കും. വെറുതെ എന്തിനാ സമയം കളയുന്നതെന്ന് എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. എന്തായാലും സിബിമോന് പൂട്ടുവിടാൻ സമയമായി. അത് എത്രയും പെട്ടെന്ന് സംഭവിക്കും എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുകയാണ്. അപ്പോൾ നോക്കാം മുന്നോട്ട്. ഇപ്പൊ ഇന്ന് ലേബർ കമ്മീഷനിൽ പോയതിന്റെ അടിസ്ഥാനത്തിൽ ഷഫീന ബീവി ഇത്ത പറയുന്നുണ്ട് ഇവരുടെ സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ല എന്ന് ലേബർ കമ്മീഷൻ ഓഫീസിൽ പറഞ്ഞ കാര്യമാണ്. ഇവരുടെ സ്ഥാപനത്തിൽ ലൈസൻസ് ഇല്ല എന്ന് ആ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട്. അത് എത്രമാത്രം സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. ലൈസൻസ് ഇല്ല എന്ന് പറയുന്നു. അതല്ലാണ്ട് മറ്റെന്തൊക്കെയോ ഇല്ലീഗൽ കാര്യങ്ങൾ ഇവരുടെ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ ലേബർ കമ്മീഷൻ ഓഫീസിൽ നിന്ന് അറിഞ്ഞ കാര്യങ്ങളാണെന്ന് പറയുന്നത്. മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വഴിയെ അറിയുമെന്ന് വിചാരിക്കുന്നു.